കൃഷിയായാലോ എന്ന് ആലോചിച്ചു കേട്ടോ. അപ്പോൾ ടെറസിൽ എൻ്റെ തക്കാളിയാണ്. എന്താ തക്കാളി കായ്ച്ചു തുടങ്ങി കാണാൻ മുമ്പ് ഞാൻ ഷോർട്സിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അത് കാണാൻ പറ്റുമല്ലോ. അപ്പോൾ ഇതിന് കുറച്ച് വളം ഇടാമോ. ഇപ്പോൾ കായ്ച്ചു തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. പക്ഷേ പൂ വന്ന ഉടനെയാണ് ചെയ്യേണ്ടത്. ഞാൻ കായ് വന്ന ശേഷമാണ് കാര്യം. എനിക്ക് അപ്പോഴും നിങ്ങൾക്ക് വീഡിയോ പിടിക്കാനായിട്ട് എൻ്റെ ഫോൺ മെമ്മറി കുറവായിരുന്നു. അതുകൊണ്ട് ഇപ്പോഴാണ് അത് ചെയ്യുന്നത് കേട്ടോ. 1-2 എണ്ണത്തിൽ 5-6 കാ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മണ്ണൊന്ന് കുത്തി ഇളക്കി കൊടുക്കും. നമ്മൾ മണ്ണ് കുത്തി ഇളക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇതിൻ്റെ വേരൊന്നും ഇങ്ങനെ പൊട്ടിപ്പോകാൻ പാടില്ല. അതിൻ്റെ വേര് പൊട്ടിയാൽ തക്കാളി പ്രത്യേകിച്ച് പെട്ടെന്ന് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും പൊട്ടിപ്പോകാതെ ഇതിപ്പോൾ ചുറ്റിലും ഇടാൻ എനിക്ക് പറ്റത്തില്ല. എന്തെന്നറിയാമോ, ഈ തക്കാളിയിലൊരു കാര്യം എന്ന് വെച്ചാൽ അത് നല്ല ലെങ്തി ആയിട്ട് വളരുന്ന സാധനം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇവിടെ വെച്ചിട്ട് ഇത് നീളം കൂടിയത് കൊണ്ട് ഞാൻ കട്ട് ചെയ്ത് വിടാൻ എനിക്ക് മറന്നുപോയി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിനെ വീണ്ടും ചരിച്ച് നട്ടു. അങ്ങനെ അപ്പോൾ ഇത് മൊത്തത്തിൽ ഇതിൻ്റെ വേര് നിൽക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ഇതിനെ കിഴിച്ചിട്ട് ഇപ്പോൾ കുറച്ച് എല്ലുപൊടി, ഈ എല്ലുപൊടിയൊക്കെ നമ്മൾ പൂവിടുന്നതിന് മുൻപായിട്ട് ഇതിൻ്റെ ഒരു പകുതി വളർച്ചയാകുമ്പോൾ ഇടേണ്ട സാധനമാണ് കേട്ടോ. ഞാൻ പക്ഷേ ഇപ്പോഴാണ് അതിനുള്ള സമയം കിട്ടിയില്ല. അതാണ് സത്യം. കുറച്ച് വേപ്പിട്ടുണ്ടാക്കും. നമ്മൾ ഈ കായ്ഫലം വരുമ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് ഇതേപോലെ അഗ്രോ ബൂസ്റ്റ്. ഞാനിതിപ്പോൾ അഗ്രോ ബൂസ്റ്റ് ഓർഗാനിക്കിൻ്റെ ആണ് കേട്ടോ. ഇതാണ് കായൊക്കെ വരുമ്പോൾ നമ്മൾ ഇടാറുണ്ട്. ഇല്ലെങ്കിൽ NPK 19, 35, 45 അങ്ങനെ എങ്ങാണ്ടാണ് അതിൻ്റെ ഈക്വൽ വന്നിട്ട്. NPK 19 വന്നിട്ട് ഇതിന് ഇങ്ങനെ പകുതി വളർച്ചയായി വരുമ്പോൾ ഇടാനുള്ളതാണ്. അപ്പോൾ ഒരെണ്ണത്തിൽ കുറച്ച് സാഫ് കൂടെ ഇടണം കേട്ടോ. അടുത്തൊരു മുളകുണ്ട്. ഞാൻ മുളകിന് ഇടുന്നില്ല. അതിന് പകരം ഞാൻ തക്കാളി മാത്രം ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. മുളക് പിന്നെ ചെയ്യാം. മുളകിലും പൂ വന്നു കേട്ടോ. മുളക് തൈക്കും പൂ വന്നിട്ടുണ്ട്. നമ്മൾ സ്വന്തമായി കൃഷി ചെയ്ത് അതിൽ ഒരു കായ്ഫലം വരുമ്പോൾ നമുക്ക് നല്ല സന്തോഷമായിരിക്കും. മനസ്സിലായില്ല? എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കും സ്വന്തമായിട്ട് നമ്മൾ ഉണ്ടാക്കി അതിന് കിട്ടുന്ന ഫലം എടുക്കുമ്പോഴുള്ള സന്തോഷം വെച്ചാൽ അത് വേറൊന്നുമില്ല. പിന്നെ തക്കാളിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ തക്കാളി ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ശിഖരങ്ങൾ വരാറുണ്ട് കേട്ടോ. അത് നമ്മൾ അതിന് മുറിച്ച് വിടണം. എന്നാൽ മാത്രമേ അത് വളർന്ന് നല്ല രീതിയിൽ വളർത്തുള്ളൂ. അതൊക്കെ ഞാൻ നേരത്തെ മുറിച്ച് മാറ്റിയിട്ടുണ്ട് കേട്ടോ. മുറിച്ച് കിട്ടുന്നത് നമുക്ക് വേറൊരു തൈയായിട്ട് ഉപയോഗിക്കാം. അങ്ങനെയൊക്കെ നേട്ടങ്ങളുണ്ട്. ദൂരെ ഇരിക്കുമ്പോഴേ ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ആംബുലൻസ് നിങ്ങളോട് പോകുന്നുണ്ട്. ആംബുലൻസിൻ്റെ സൗണ്ട് കൂടുതലായിട്ട് വരുന്നുണ്ട്. കുറച്ച് സാഫ് കൂടെ ഇങ്ങനെ കൂട്ടി കൊടുക്കുന്ന കേട്ടോ. എന്തെങ്കിലും ഇൻഫെക്ഷനോ അങ്ങനെ എന്തെങ്കിലും ഫംഗലിൻ്റെ പ്രോബ്ലം ഒന്നും വരാതിരിക്കുന്നത്. നമ്മളുണ്ടല്ലോ
ഈ ഇല ഇത് നമ്മൾ കുറച്ച് മുന്നേ കട്ട് ചെയ്ത് ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പോഴാണ് അത് കട്ട് ചെയ്തത്. ഇല നമ്മൾ കൂടുതൽ കട്ട് ചെയ്ത് വിട്ടാൽ മാത്രമേ അതിൽ കായ്ഫലം കൂടുതലായിട്ട് ഉണ്ടാകത്തുള്ളൂ. ചിലതിലൊക്കെ ഞാൻ മുറിച്ച് വിട്ടിട്ടുണ്ട്. എനിക്ക് സമയം കിട്ടാത്തത് കണ്ടോ. ഇതിന് നമ്മൾ മുറിച്ച് മാറ്റണം. ഇതിൽ ചീഞ്ഞും പോയ ഇലയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളതിനെ നീക്കം ചെയ്ത് കളയണം. പിന്നെ ഇല കൂടുതലായിട്ട് നിന്നാലുണ്ടല്ലോ കായ്ഫലം കുറയും. അത് ഇതിലെല്ലാം എന്ത് ഇതിലായാലും ശരിയാണ്. അപ്പോൾ നമ്മൾ അതിനെയൊക്കെ കട്ട് ചെയ്യണം. പിന്നെ ഈ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഞാൻ പറഞ്ഞില്ലേ, ശിഖരങ്ങൾ വരുന്ന നമ്മൾ കണ്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കതിനെ മാറ്റി വേറൊരു തൈയായിട്ട് പിടിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അതിൽ കായ് വരുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വളം ഇട്ട് കൊടുക്കേണ്ടത്. ആ ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ തക്കാളി ഞാൻ ഷോർട്സിൽ പിടിച്ചിട്ടുണ്ട്, 4 വീഡിയോ കൂടെ ഒന്ന് കാണാം. കണ്ടോ തക്കാളി. ഇത് ഇങ്ങനെ കാച്ചി വരുന്നതിന് മുന്നെയാണ് നമ്മളിത് ചെയ്യേണ്ടത്. ഞാൻ ഇപ്പോൾ ഇത് കണ്ടോ രണ്ട് കുഞ്ഞു തൈകൾ. അപ്പോൾ രണ്ട് കുഞ്ഞു തൈകൾ. അപ്പോൾ ഇത് നമ്മൾ കാച്ച് തുടങ്ങുന്നത് പൂ ഇടുമ്പോഴാണ് അഗ്രോ ബൂസ്റ്റ് ഉപയോഗിക്കേണ്ടത്. ഞാനിപ്പോൾ കായ് വന്ന് തുടങ്ങിയ ശേഷമാണ് ഇടുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ പൂ വന്ന് തുടങ്ങുമ്പോഴാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഓക്കെ, ബൈ.